തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ വകുപ്പ് മേധാവിമാരുടെ പരസ്യ പ്രതികരണം വിലക്കി പ്രിൻസിപ്പലിന്റെ താക്കീത്. സമൂഹമാധ്യമങ്ങളിലൂടെയോ മറ്റ് മാധ്യമങ്ങളിലൂടെയോ ആരോഗ്യ സംവിധാനത്തിനെതിരെ പ്രതികരിക്കരുതെന്ന് വകുപ്പ് മേധാവിമാരുടെ യോഗത്തിൽ പ്രിൻസിപ്പൽ നിർദ്ദേശം നൽകി. ഹാരിസ് ചിറക്കലിന് പിന്നാലെ നെഫ്രോളജി വിഭാഗം മേധാവി ഡോക്ടർ മോഹൻദാസ് ആരോഗ്യമേഖലയെ കുറ്റപ്പെടുത്തി ഫേസ്ബുക്ക് കുറിപ്പ് പങ്കുവച്ചതോടെയാണ് പ്രിൻസിപ്പലിന്റെ മുന്നറിയിപ്പ്. കേസ് ഓട്ടോ പൂർണ്ണ പരാജയമാണെന്ന് പറഞ്ഞായിരുന്നു നെഫ്രോളജി വിഭാഗം മേധാവി ഡോക്ടർ മോഹൻദാസിന്റെ സമൂഹമാധ്യമ കുറിപ്പ്. ഇത് വിവാദമായതോടെ ഡോക്ടർ കുറിപ്പ് പിൻവലിച്ചു. ഇക്കാര്യത്തിൽ വകുപ്പ് മേധാവിക്ക് പ്രിൻസിപ്പൽ മെമ്മോ നൽകി. കുറിപ്പ് പങ്കുവച്ചത് തെറ്റായി പോയെന്നും ഇനി ആവർത്തിക്കില്ലെന്നും കാരണം കാണിക്കൽ നോട്ടീസിന് ഡോക്ടർ മോഹൻദാസ് മറുപടി നൽകി. ഇതിനുശേഷമാണ് വകുപ്പ് മേധാവിമാരുടെ യോഗം പ്രിൻസിപ്പൽ വിളിച്ചു ചേർത്തത്. ചട്ടലംഘനം ഒരാളുടെയും ഭാഗത്തു നിന്ന് ഉണ്ടാകാൻ പാടില്ലെന്ന് പ്രിൻസിപ്പൽ വകുപ്പ് മേധാവിമാർക്ക് നിർദ്ദേശം നൽകി. പ്രശ്നങ്ങളുണ്ടെങ്കിൽ വകുപ്പുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥ തലത്തിൽ അറിയിച്ച് പരിഹരിക്കാൻ ശ്രമിക്കണമെന്നും പ്രിൻസിപ്പലിന്റെ നിർദ്ദേശമുണ്ട്. ഇത്തരം കാര്യങ്ങൾ പറഞ്ഞ് ഭയപ്പെടുത്തി വാടപ്പിക്കാൻ ശ്രമിക്കേണ്ടെന്ന് ആരോഗ്യ വിദഗ്ധൻ ഡോക്ടർ SS ലാൽ പറഞ്ഞു. 41 വർഷമായിട്ട് ആരോഗ്യം നിൽക്കുന്ന ആളാണ്. ഒരു സർക്കാർ ഇങ്ങനെ പറഞ്ഞിട്ടില്ല. പരിഹാരം ഉണ്ടാക്കുന്ന ആൾക്കാരുടെ വാ തുറക്കരുതെന്നാണ് പറയുന്നത്. നമുക്ക് കേരളത്തിലെ ആരോഗ്യരംഗം മെച്ചപ്പെടണമെന്നാണ് എല്ലാവരുടെയും ആഗ്രഹം. അതുകൊണ്ടാണ് നമ്മൾ ഉച്ചവയ്ക്കുന്നത്. ആഴ്ചയിൽ ഒരിക്കൽ പ്രിൻസിപ്പൽ സൂപ്രണ്ട് തലത്തിൽ വകുപ്പ് മേധാവിമാരെ കേൾക്കണമെന്ന് DME നിർദ്ദേശം നൽകി. വകുപ്പിലെ പ്രശ്നങ്ങൾ ഉദ്യോഗസ്ഥ തലത്തിൽ അറിയിച്ച് കാലതാമസം ഉണ്ടാകാതെ പരിഹരിക്കാൻ ശ്രമിക്കണമെന്നും നിർദ്ദേശമുണ്ട്. പ്രതികരണം വിലക്കി ജനാധിപത്യത്തെ നിശബ്ദമാക്കരുതെന്ന് N പ്രശാന്ത് IAS സമൂഹ മാധ്യമത്തിൽ കുറിച്ചു. ഷിജോ കുര്യൻ, മീഡിയ 1, തിരുവനന്തപുരം.